അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. ഏറെ ബഹുമാന്യരായ ഖുർആൻ പഠിതാക്കളെ, വിശുദ്ധ ഖുർആനിലെ 8-ാം അധ്യായം സൂറ അൽ അൻഫാലിലെ 20 മുതലുള്ള വചനങ്ങളാണ് ഈ ഭാഗത്ത് ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ചയ്ക്ക് വെക്കുന്നത്. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا أطيعوا الله ورسوله ولا تولوا عنه وأنتم تسمعون. يا أيها الذين آمنوا, അല്ലെങ്കിൽ വിശ്വസിച്ച ആളുകളെ, ഈമാൻ ഉൾക്കൊണ്ട ആളുകളെ വിളിച്ചിട്ട് പറയുകയാണ്. അത്വീഉ, അത്വാ അനുസരിച്ചു, യുത്വീഉ അനുസരിക്കുന്നു, അത്യ നീ അനുസരിക്ക്, അത്വീഉ നിങ്ങൾ അനുസരിക്കുവീൻ, അല്ലാഹ അല്ലാഹുവിനെ, വ റസൂലഹു അവൻ്റെ റസൂലിനെയും അവൻ്റെ തിരുദൂതരെയും നിങ്ങൾ അനുസരിക്കണം. വലാ തവല്ലൗ, വലാ തവല്ലൗ, വല്ല തവല്ല എന്ന് പറഞ്ഞാൽ പിന്തിരിഞ്ഞു എന്നൊക്കെയാണ് അർത്ഥം വരിക. ലാ തവല്ലൗ, ലാ തവല്ലൗ നിങ്ങൾ പിന്തിരിഞ്ഞു പോകരുത്, അത് നഹിയായിട്ടാണ് അവിടെ പ്രയോഗിച്ചത്. അപ്പോൾ നിങ്ങൾ തിരിഞ്ഞു പോകരുത്. അൻഹു അദ്ദേഹത്തെ തൊട്ട്, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത്, വിട്ടുകളഞ്ഞു പോകരുത്. വഅൻതും തസ്മഊൻ നിങ്ങൾ കേൾക്കുന്നവരായിരിക്കെ. തസ്മഊൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുന്നു എന്നർത്ഥം. തസ്മഊൻ നിങ്ങൾ കേൾക്കുന്നു. അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കെ നിങ്ങൾ അദ്ദേഹത്തെ തൊട്ട് മാറിക്കളയുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവരുത്. അവിശ്വാസികളെയും കപടവിശ്വാസികളെയും ഒക്കെ കുറിച്ച് പരാമർശിക്കുന്ന ഭാഗങ്ങൾക്കിടയിൽ കൃത്യമായി ചില സന്ദേശങ്ങൾ വിശ്വാസികൾക്ക് കൊടുക്കുകയാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങളൊരിക്കലും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നതിൽ നിന്ന് പിഴവ് സംഭവിച്ച ആളുകളായിരുന്നു. പ്രത്യേകിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് നിങ്ങളുടെ ഡയറക്റ്റ് നിങ്ങൾ മുമ്പിൽ കാണുന്നത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾ പിന്തിരിഞ്ഞു പോകരുത്. ഒരു കാര്യം കേട്ടുകൊണ്ടിരിക്കെ, അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കെ, ദിവ്യ സന്ദേശങ്ങളുടെ പ്രവാഹമുണ്ടായിക്കൊണ്ടിരിക്കെ നിങ്ങളതിൽ നിന്ന് വലാ തവല്ലൗ അൻഹു അദ്ദേഹത്തിൽ നിന്ന് നിങ്ങൾ വിട്ടുതിരിഞ്ഞ് കളയരുത് എന്ന് കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. 21-ാമത്തെ ആയത്ത് നോക്കൂ. വലാ തകൂനൂ കല്ലദീന ഖാലൂ സമിഅനാ വഹും ലാ യസ്മഊൻ. വലാ തകൂനൂ നിങ്ങളായിരിക്കരുത്. കാന യകൂനു കുൻ, ലാ തകുൻ ലാ തകൂനു എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ്. ലാ തകൂനു നിങ്ങളാകരുത്. കല്ലദീന ഒരു ടീമിനെ പോലെ ആകരുത്. എന്നുള്ളത് അഥവാ തശ്ബീഹാണ്. അപ്പോൾ കല്ലദീന ഖാലൂ പറഞ്ഞവരെ പോലെ നിങ്ങളാകരുത്. സമിഅനാ വഹും ലാ യസ്മഊൻ, സമിഅനാ ഞങ്ങൾ കേട്ടു എന്ന് പറഞ്ഞവരെ പോലെ നിങ്ങളാകരുതെന്ന്. കല്ലദീന ഖാലൂ സമിഅനാ വഹും ലാ യസ്മഊൻ, വഹും ലാ യസ്മഊൻ അവർ കേൾക്കുന്നില്ല. യഥാർത്ഥത്തിൽ അവർ കേൾക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടും അവർ കേൾക്കാതിരുന്നിട്ടും അവർ പറയണം ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വിശ്വാസികളെയും കപടവിശ്വാസികളെയും പോലെ കാതുകൊണ്ട് കേൾക്കുകയും നാവുകൊണ്ട് കേട്ടുവെന്ന് പറയുകയും ചെയ്യുക. അതേസമയം കേൾപ്പിക്കപ്പെടുന്ന സന്ദേശങ്ങൾ വേണ്ട പോലെ ഗ്രഹിക്കുകയോ അതിനെപ്പറ്റി ചിന്തിക്കുകയോ അതനുസരിക്കുകയോ ചെയ്യാതിരിക്കുക. വിശുദ്ധ ഖുർആൻ ധാരാളം ആയത്തുകളിലൂടെ നമ്മളെ ബോധ്യപ്പെടുന്ന കാര്യമാണത്. നിങ്ങൾ കേവലം ഇങ്ങനെ കേട്ട് പോകുന്നതിനപ്പുറത്ത് അല്ലദീന യസ്തമിഊനൽ ഖൗൽ, അതേപോലെ തന്നെ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതാണ് ഈ കേൾക്കലും ബുദ്ധിയും ഒക്കെ ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്നത്. അത് അതിൻ്റെ ഗ്രാഹ്യതയിലാണ് നമ്മൾ വായിക്കേണ്ടത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള ആശയതലങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ലൗ കുന്ന നസ്മഉ ഔ നഅഖിലു മാ കുന്ന ഫി അസ്ഹാബി സഈർ.
അഗ്നിയുടെ ജ്വാല, തീ, നരകം ഇതൊക്കെ സ്പർശിക്കുന്നതിൻ്റെ കാരണമായി അവിശ്വാസികൾ നാളെ പരലോകത്ത് ബോധ്യപ്പെടുത്തുന്ന ഒരു റീസൺ പറയുന്നിടത്ത് പോലും കേൾവി, ശക്തമായിട്ടുള്ള തിരിച്ചറിവ്, ഗ്രാഹ്യത, ബുദ്ധികൂർമ്മത, ഇതിനൊക്കെ മതം എങ്ങനെ കാണുന്നു എന്നുള്ളത് നമുക്ക് ചേർത്ത് വായിക്കാൻ കഴിയും. അപ്പം അതൊക്കെ ഉപയോഗപ്പെടുത്തണം എന്നാണ് പറയുന്നത്, കൃത്യമായി ഉപയോഗപ്പെടുത്തണം. യാ അയ്യുഹല്ലദീന ആമനൂ അത്തിഉല്ലാഹ വറസൂലഹു വലാ തവല്ലൗ അൻഹു വഅൻതും തസ്മഊൻ വലാ തകൂനൂ കല്ലദീന ഖാലൂ സമിഅനാ വഹും ലാ യസ്മഊൻ. അവർ കേൾക്കാതെ കേട്ടു എന്നാവുകൊണ്ട് പറയുന്ന ആൾക്കാരാണ്, പാടില്ല. ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹി സുമ്മുൽ ബുക്ം عند الله الصم البكم الذين لا يعقلون. ഇന്ന ഷർറ തീർച്ചയായും മോശപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, മോശപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത്, തീർച്ചയായും മോശമെന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഷർറിനെ വ്യാഖ്യാനിക്കണം ഇവിടെ. ഇന്ന ഷർറദ്ദവാബി, ഷർറദ്ദവാബ് എന്ന് പറഞ്ഞാൽ എന്താ? ദവാബിൻ്റെ കൂട്ടത്തിലെ ഷർറ്, ദവാബിൻ്റെ കൂട്ടത്തിലെ ഷർറ്, ജന്തുക്കളുടെ കൂട്ടത്തിൽ, ജീവികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഷർറ് ആരാന്നറിയോ? തീർച്ചയായും ജന്തുക്കളുടെ കൂട്ടത്തിൽ വെച്ച് മോശപ്പെട്ടവർ, ഷർറായിട്ടുള്ളത് ഇൻദല്ലാഹ്, അള്ളാൻ്റെ അടുക്കൽ, അള്ളാൻ്റെ അടുക്കൽ, അഥവാ അതിൻ്റെ സൃഷ്ടിപരമായ സഹജ ഭാവത്തിൽ എന്നല്ല പറഞ്ഞത്, ഇൻദല്ലാഹ്, അള്ളാൻ്റെ അടുക്കൽ. അസ്സുമ്മുൽ ബുക്മുൽ ലദീന ലാ യഅഖിലൂൻ. എത്ര മനോഹരമായ ആയത്താന്ന് നോക്കൂ നിങ്ങൾ. ബുദ്ധി കൊടുത്ത് മനസ്സിലാക്കാത്തവരായ ഊമകളായ ബധിരന്മാർ, ഊമകളായിട്ടുള്ള ബധിരന്മാർ, ഊമകൾ ബുക്കും, അതേപോലെ തന്നെ ബധിരന്മാർ, ഊമകളും ബധിരന്മാരുമായി മാറുന്നതിൻ്റെ ഒരു റീസൺ കൂടി ഇവിടെ പറയാണ്. അല്ലദീന ലാ യഅഖിലൂൻ, ചിന്തിക്കേണ്ട വിധത്തിൽ അവർ ചിന്തിക്കുന്നില്ല. ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി എന്നാ ഖുർആനായത്ത് പറയുന്ന സമയത്ത്, ദൃഷ്ടാന്തങ്ങൾ പറയുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഒരു മതവിധി പറയുന്ന ഭാഗങ്ങൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമുക്ക് ചിന്തിക്കാനും ആലോചിക്കാനും വേണ്ടിയിട്ടാണ് ഖുർആനിൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. എന്നിരിക്കെ ആ ചിന്ത ഉപയോഗപ്പെടുത്താത്ത, ബുദ്ധി കൊടുത്ത് മനസ്സിലാക്കാത്ത ഊമകളും ബധിരന്മാരുമായിട്ടുള്ള ആളുകൾ, അവരാണ് ഷർറുദ്ദവാബ്. ഇന്ന ഷർറദ്ദവാബി എന്ന് പ്രത്യേകം പറഞ്ഞു എന്നുള്ളതാണ്. ഇതൊക്കെ കേട്ടിട്ടും മനസ്സിലായിട്ടും കാര്യങ്ങൾ ബോധ്യപ്പെടാത്തവരുടെ വിഷയങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പോൾ ഇന്ന ഷർറദ്ദവാബി ഇൻദല്ലാഹ്, അള്ളാൻ്റെ അടുക്കൽ അള്ളാഹു ദവാബിൻ്റെ കൂട്ടത്തിൽ, ദാബത്തിൻ്റെ ജംആണ് ദവാബ്, ദാബത്തിൽ നിന്ന് അള്ളാഹു ഷർറുദ്ദവാബ് എന്നൊക്കെ പരിചയപ്പെടുത്തിയത് അള്ളാഹുവിൻ്റെ റിക്കാർഡിൽ ആരാ? സുമ്മുൽ ബുക്മുൽ ലദീന ലാ യഅഖിലൂൻ. ആ ഒരു വലിയൊരു ഡെഫിനിഷനാണ് അവിടെ കൃത്യമായിട്ട് അള്ളാഹു വരച്ച് കാണിക്കുന്നത്. സ്വീകരിച്ചു വന്നിട്ടുള്ള കുറേ ദുർനടപ്പുകൾ അതൊന്നും ഉപേക്ഷിക്കൂല. അതിനനുകൂലമല്ലാത്ത ന്യായങ്ങളോ ഉപദേശങ്ങളോ കേട്ട് മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ഒന്നുമില്ല എന്ന് മനസ്സുകൊണ്ട് അങ്ങോട്ട് ഉറപ്പിച്ച് ശഠിച്ച് നിൽക്കുന്ന ആളുകൾ, അവർക്ക് യാതൊന്നും ഫലം ചെയ്യൂല. അതാണ് അടുത്ത ആയത്ത് പറഞ്ഞു നോക്കൂ. വലൗ അലിമല്ലാഹു ഫീഹിം ഖൈറൻ ലഅസ്മഅഹും വലൗ അസ്മഅഹും ലതവല്ലൗ വഹും മുഅ്രിദൂൻ. വലൗ അലിമല്ലാഹ്, അവർ അല്ലാഹു അറിഞ്ഞിരുന്നു എങ്കിൽ, വലൗ അലിമ അറിഞ്ഞിരുന്നെങ്കിൽ, ആര്? അള്ളാഹു അറിഞ്ഞിരുന്നെങ്കിൽ, ഫീഹിം അവരിൽ അള്ളാഹു അറിഞ്ഞിരുന്നെങ്കിൽ, ഖൈറൻ ലഅസ്മഅഹും, വല്ല നന്മയോ ഗുണമോ ആയിട്ടൊക്കെയുള്ള കാര്യങ്ങൾ, ലഅസ്മഅഹും അവൻ അവരെ കേൾപ്പിക്കുക തന്നെ ചെയ്തിരുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ല നന്മയും അവരിൽ ഉള്ളതായിട്ട് അറിഞ്ഞിരുന്നെങ്കിൽ അവനത് കേൾപ്പിക്കേണ്ട രൂപത്തിൽ അവരെ കേൾപ്പിക്കുക ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. വലൗ അസ്മഅഹും ലതവല്ലൗ വഹും മുഅ്രിദൂൻ. ഇനി അവൻ അവരെ കേൾപ്പിച്ചിരുന്നാൽ തന്നെയും അവരതിനെ ലതവല്ലൗ എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അവരതിനെ അവഗണിക്കുന്നുള്ളതാണ്. ഒരു പരിഗണനയും കൊടുക്കാതെ അവഗണിച്ചിട്ട് അവരതിനെ മുഅ്രിദൂൻ, അവർ തിരിഞ്ഞു കളയുന്ന ആൾക്കാരായിരിക്കും.
ആയിരിക്കും എന്നതാണ് പറയണത്. അപ്പോൾ തങ്ങൾ എന്താണ് സ്വീകരിച്ചു വരുന്നത്, ആ ദുർനടപ്പുകളൊന്നും ഉപേക്ഷിക്കാനൊന്നും റെഡിയല്ല. അതിനനുകൂലമല്ലാത്ത എന്ത് ന്യായം പറഞ്ഞാലും ഉപദേശം പറഞ്ഞാലും അത് കേട്ട് മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്യൂല എന്ന് മനസ്സുകൊണ്ട് അങ്ങോട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. നമ്മൾ വരച്ച വരയിൽ തന്നെ നമ്മൾ നിൽക്കും. അതിൻ്റെ അപ്പുറത്ത് ആരും ഉപദേശിക്കാൻ വന്നിട്ടും കാര്യമില്ല. സതുപദേശങ്ങളോ തെളിവുകളോ ഒന്നും അവർക്ക് ഫലം ചെയ്യൂല പ്രിയപ്പെട്ടവരെ. അതവർ കേൾക്കൂല, ഗ്രഹിക്കൂല. ചെവി കൊണ്ട് കേട്ടാൽ പോലും മനസ്സിലേക്കത് പ്രവേശിക്കാതിരിക്കുമാർ വിധത്തിലുള്ള ഇൻബിൽട്ടായിട്ടുള്ള ഒരു സ്ട്രാറ്റജി അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ബുദ്ധി കൊടുത്ത് കാര്യം മനസ്സിലാക്കാൻ തയ്യാറില്ലാത്ത ഹൃദയത്തിലേക്ക് ഒരിക്കലും അത് പ്രവേശിക്കൂലല്ലോ. എങ്ങനെ അത് പ്രവേശിക്കാം? അപ്പം മനുഷ്യേതര ജീവികൾക്ക് സമമായിട്ടാണ് അവരെ പരിചയപ്പെടുത്തുന്നത്. ഇന്ന ശർറദ്ദവാബി എന്ന് പറഞ്ഞിട്ട്, ഇന്ന ശർറദ്ദവാബി എന്ന് പറഞ്ഞിട്ടാണ് ആ ലിസ്റ്റിലേക്കാണ് സുമ്മുൽ ബുക്കും ലാ യഅ്കിലൂൻ എന്ന് പറഞ്ഞത്. അവർ മൂഖരും ബധിരരും ഒക്കെ ആയിട്ടുള്ള ആളുകളായി മാറാനുള്ള റീസൺ എന്താ? ലാ യഅ്കിലൂൻ, അവർ ചിന്തിക്കുന്നില്ല. അവർക്ക് മനുഷ്യന്മാരെ പറ്റിയിട്ടാണ് ഈ പറഞ്ഞത്. ബുദ്ധിശക്തിയും ചിന്താശക്തിയും ഒക്കെ നൽകിയിട്ടും അതൊന്നും ഉപയോഗപ്പെടുത്താതെ ഈ കാര്യങ്ങൾ കൊണ്ട് എന്ത് നന്മയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാതെ അങ്ങനെ യഥേഷ്ടം തോന്നിവാസത്തിലായി നടക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വളരെ വലിയ പ്രയാസങ്ങളെ പറ്റിയിട്ടാണ് ഈ ആയത്തുകളൊക്കെ പരിചയപ്പെടുത്തുന്നത്. നമ്മൾക്കൊരുപാട് പാഠങ്ങൾ ഇതിലുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി 24-ാമത്തെ ആയത്ത് നോക്കും. യാ അയ്യുഹല്ലദീന ആമനു സ്തജീബൂ ലില്ലാഹി വലിർറസൂൽ ഇദാ ദഅാകും ലിമാ യുഹീകും വഅലമൂ അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി വഅന്നഹു ഇലൈഹി തുഹ്ശറൂൻ. വിശ്വസിച്ചവരെയാണ് വീണ്ടും വിളിക്കുന്നത്. വിശ്വസിച്ചവരെ വിളിച്ചിട്ട് നേരത്തെ നമ്മൾ ആയത്തുകളിലൊക്കെ പറഞ്ഞെന്താ, അവിശ്വാസികളായ ആളുകളെ പോലെ നിങ്ങൾ ആവരുത് എന്ന് പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകണം. നമ്മൾ കണ്ടില്ല. ഇവിടെ പറയണ നോക്കൂ, ഇസ്തജീബൂലില്ല, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഉത്തരം ചെയ്യുവിന്നാണ്. അള്ളാഹ്ക്ക് നമ്മൾ ഉത്തരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹ് നമ്മളോട് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല അതിൻ്റെ ഉദ്ദേശം. മറിച്ച് അള്ളാഹ്ക്ക് ഉത്തരം നൽകുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നമ്മൾ സ്വീകരിക്കലാണ് ഉദ്ദേശം. വലിയ റസൂലിന് വേണ്ടിയും നിങ്ങൾ എന്ത് ചെയ്യണം? ഉത്തരം കൊടുക്കണം. അപ്പം അള്ളാഹ്ക്ക് നിങ്ങൾ ഉത്തരം കൊടുക്കണം, റസൂലിന് നിങ്ങൾ ഉത്തരം കൊടുക്കണം. ഇദാ ദഅാകും, റസൂൽ നിങ്ങളെ വിളിച്ചാൽ, ഇദാ ദഅാകും നിങ്ങളെ ക്ഷണിച്ചാൽ, നിങ്ങളെ അദ്ദേഹം ക്ഷണിച്ചു കഴിഞ്ഞാൽ, ദഅ എന്ന് പറഞ്ഞാൽ ക്ഷണിച്ചു, വിളിച്ചു എന്നൊക്കെയാണ് അർത്ഥം. ലിമ യുഹ്യീക്കും, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്? ലിമ യാതൊന്നിലേക്ക്, ലിമ യാതൊന്നിലേക്ക്, യുഹീ അത് ജീവിപ്പിക്കുന്നു, കും നിങ്ങളെ. അപ്പോൾ യുഹീക്കും അത് നിങ്ങളെ ജീവിപ്പിക്കുന്നു. ലിമ യുഹീക്കും നിങ്ങളെ ജീവിപ്പിക്കുന്നതായ ഏതൊരു വസ്തുവാണോ ആ ഒരു കാര്യത്തിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. അപ്പം അങ്ങനെ ക്ഷണിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂൽ, നിങ്ങൾ അള്ളാഹുവിനും റസൂലിനും മറുപടി നൽകണം, നിങ്ങളതിന് ഉത്തരം കൊടുക്കണം എന്നുള്ളതാണ്. വഅലമൂ അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബി, വഅലമൂ നിങ്ങൾ അറിയണം, അലിമ അറിഞ്ഞു, യഅലമു അറിയുന്നു, ഇഅലം നീ അറിയ്, വഅലമൂ നിങ്ങൾ അറിയുവിൻ, വഅലമൂ നിങ്ങൾ അറിയുകയും ചെയ്യണം, അന്നല്ലാഹ് തീർച്ചയായും അല്ലാഹു യഹൂലു എന്താണ് യഹൂലു എന്ന് പറഞ്ഞാൽ എന്താ? യഹൂലു മറയിടുന്നു എന്നർത്ഥം. മറയിടുന്നു ബൈനൽ മർഇ മനുഷ്യൻ്റെ ഇടയിൽ, വഖൽബിഹി അവൻ്റെ ഹൃദയത്തിൻ്റെയും ഇടയിൽ. തീർച്ചയായും വഅന്നഹു ഇലൈഹി തുഹ്ശറൂൻ തീർച്ചയായും അത് തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ആണ്. ഇലൈഹി അവങ്കലേക്ക്, തുഹ്ശറൂൻ നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. അപ്പോൾ തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടും എന്നും നിങ്ങൾ അറിയണം. അപ്പോൾ സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് ഗൗരവപ്പെട്ട ചില കാര്യങ്ങൾ അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുന്നത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. 3 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങളെ ജീവിപ്പിക്കുന്ന, നിങ്ങൾക്ക് ആത്മീയ ചൈതന്യം നൽകുന്ന, നിങ്ങൾക്ക് ജീവസുറ്റ ഒരവസ്ഥയെ പ്രദാനം ചെയ്യുന്നതായ കാര്യത്തിലേക്ക് നിങ്ങളെ റസൂൽ ക്ഷണിക്കും. അങ്ങനെ ക്ഷണിക്കുന്ന കാര്യം നിങ്ങൾ നിങ്ങളുടെ അനുഷ്ഠാനത്തിൽ വരുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ക്ഷണത്തെ സ്വീകരിക്കുകയും അതിനുത്തരം നൽകുകയും ചെയ്യണം. അപ്പം അള്ളാഹിൻ്റെ നിർദ്ദേശമാണ് റസൂലിലേക്ക് വരുന്നത്. അത് പറഞ്ഞിരുന്ന ആൾ മാത്രമാണ് റസൂൽ. അതുകൊണ്ട് ആ ക്ഷണം സ്വീകരിക്കൽ അള്ളാഹുവിനും റസൂലിനുള്ള ഉത്തരം നൽകലാണ്.
മറ്റ് വചനങ്ങളിൽ നമുക്കത് ബോധ്യപ്പെടും. സൂറത്തു നിസായിലെ 80-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അങ്ങനെ തന്നെയാണ്, മയ്യുതിഇർ റസൂൽ ഫഖദ് അതാ അല്ലാഹ്. ആരാണോ അള്ളാഹിൻ്റെ റസൂലിനെ അനുസരിക്കുന്നത് അവൻ ശരിക്കും അനുസരിച്ചത് അള്ളാഹിനെ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ വളരെയധികം നിങ്ങളെ ജീവിപ്പിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂലിൽ ഇടപെടുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശം? ഐഹികമായ ജീവിത പുരോഗതിയോ ഭൗതികമായ അഭിവൃദ്ധിയോ നൽകുക എന്നുള്ളതല്ല, മറിച്ച് പരലോക നന്മക്ക് വേണ്ടിയിട്ട് യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറഞ്ഞിട്ട് ഇത്തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ എന്നൊക്കെ പറഞ്ഞില്ലേ. മാത്രമല്ല പരലോകത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജീവസുറ്റ കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്നുള്ളതിന് ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി സാധിക്കും. പരലോക നന്മക്ക് വേണ്ടിയുള്ള ആത്മീയ പുരോഗതിയും മാനസികമായ അഭിവൃദ്ധിയും നൽകുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജീവസുറ്റതാക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തുരീദൂന അറദദ് ദുനിയ വല്ലാഹു യുരീദുൽ ആഖിറ. നിങ്ങൾ ഐഹിക വിഭവത്തെയാണ് ഉദ്ദേശിക്കുന്നത് അധിക ആൾക്കാരും. പക്ഷെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്നെന്നും നിലനിൽക്കുന്നത്. വമൻ അറാദൽ ആഖിറ വസഅ ലഹാ സഅയ്ഹാ ഉലൈക കാന സഈഹും മഷ്കൂറ എന്നൊക്കെ സൂറ ഇസ്രായിലെ ഭാഗത്ത് പറഞ്ഞല്ലോ. അതേപോലെ തന്നെ വ ഇന്ന ദാറൽ ആഖിറ ലഹിയൽ ഹയവാൻ ലൗ കാനൂ യഅലമൂൻ. പരലോക ഭവനം തന്നെയാണ് ജീവസുള്ളത് അവർക്കറിയാമായിരുന്നെങ്കിൽ. അപ്പോൾ ജീവസുറ്റത് എന്ന് പറയുന്നിടത്തൊക്കെ പടച്ചവൻ നിങ്ങളെ ജീവിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ പരലോകത്തിന് വേണ്ടി നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചെയ്തു തരാൻ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അത് വിശുദ്ധ ഖുർആനിലെ പല ഭാഗത്തും നമുക്ക് ബോധ്യപ്പെടാൻ കഴിയും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഇനി നോക്കൂ, വിശ്വാസപരമോ അനുഷ്ഠാനപരമോ ആ കാര്യമൊന്നും വ്യത്യാസമില്ലാതെ മനുഷ്യ നന്മക്ക് വേണ്ടിയുള്ള ഏത് കാര്യത്തിലേക്കും റസൂൽ ക്ഷണിച്ചാൽ അത് സ്വീകരിക്കൽ സത്യവിശ്വാസികളുടെ കടമയാണ് എന്ന് ഈ ആയത്തിൻ്റെ താല്പര്യം ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. വിശ്വാസപരമാണെങ്കിലും ശരി, മനുഷ്യൻ്റെ നന്മക്ക് വേണ്ടിയുള്ള ഏത് കാര്യത്തിൽ വിളിക്കുമ്പോഴും നമ്മളതിന് ക്ഷണം സ്വീകരിക്കണം. ഖുർആനും സുന്നത്തും മുഖേനയാണ് നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുക, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ക്ഷണവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ മനുഷ്യൻ്റെയും അവൻ്റെ ഹൃദയത്തിൻ്റെയും ഇടയിൽ അള്ളാഹു മറയിടുന്നുള്ളതാണ്. അത് തടസ്സം ഏർപ്പെടുത്തും. ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം, സത്യവിശ്വാസികൾ സദാസമയത്ത് വളരെ ഗൗരവപൂർവ്വം ഓർമ്മ വെക്കേണ്ട ഒരു വിഷയമാണ് ഇത് എന്നുള്ളത് തന്നെയാണ് അവിടെ പറയുന്നത്. ഇപ്പോൾ മനുഷ്യ മനസ്സിന് സ്ഥിരതല്ല, പരസ്പര വിരുദ്ധങ്ങളായ മാറ്റങ്ങൾക്ക് ആശയക്കുഴപ്പങ്ങൾക്കൊക്കെ അത് വിധേയമാകും, സ്വാഭാവികമാണ്. അപ്പോൾ അത് വളരെ പെട്ടെന്ന് ആ സംഗതികൾ സംഭവിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ സാവധാനത്തിലായിട്ട് വരുന്നവരുണ്ടാവും. ഇപ്പോൾ ചിലപ്പോൾ വ്യക്തമായിരിക്കും ആ കാര്യങ്ങൾ, ചിലപ്പോൾ ഒരിക്കലും അഗാധമായിട്ടുള്ള അജ്ഞതയിലേക്കായിരിക്കും ആ സംഗതികൾ ഉണ്ടാവും. മറയിടപ്പെടുന്നൊക്കെ പറഞ്ഞ കാര്യത്തെ പറ്റിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നല്ല മനുഷ്യൻ പോലും ചീത്തയാകും, ചീത്തയായ ആൾ നല്ലവനായി മാറും, ഭയഭക്തനും സന്മാർഗനിഷ്ഠയുമുള്ളവനായി അറിയപ്പെട്ടിരുന്നവർ ദുഷ്ടനും തോന്നിയാസമായിട്ട് മാറും. അപ്പോൾ അതാണ് പടച്ചോൻ മറയിടുമെന്ന് പറയുന്നത്. ബൈനൽ മറഇ കൽബിനെയും പ്രത്യേകം എടുത്തു പറഞ്ഞതൊക്കെ ആ ഒരർത്ഥത്തിൽ നമുക്ക് നോക്കാനും മനസ്സിലാക്കാനും സാധിക്കേണ്ടതുണ്ട്. ദീർഘകാലം വളരെ വാശിയോടും വീറോടൊക്കെ അഭിപ്രായത്തിൽ ഉറച്ചു നിന്ന ആൾ പെട്ടെന്നൊരിക്കൽ അതൊക്കെ വലിച്ചെറിഞ്ഞ് എന്താ പറയുക, ആ ഹൃദയത്തിൻ്റെ ഒരു നൈർമല്യം കാരണം മാറി ചിന്തിക്കാൻ സാധിക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ആക്ടിവത്ത് നന്നാവാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, തീർച്ചയായും പരിശ്രമിക്കേണ്ടതുണ്ട്. ഒരുപാട് ഹദീസുകളൊക്കെ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. പടച്ചവനെ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, എൻ്റെ ഹൃദയത്തെ നിൻ്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണേ എന്നുള്ള പ്രാർത്ഥന. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതി ഫിൽ ഉമൂരി കുല്ലിഹാ വഅജിർനി മിൻ ഖിസി ദുനിയ വഅദാബിൽ ആഖിറ എന്ന് പറഞ്ഞ പ്രാർത്ഥന. അതേപോലെ തന്നെ റബ്ബനാ ലാ തുസിഗ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ് എന്ന് പറയുന്ന പ്രാർത്ഥന. അങ്ങനെ കുറേ പ്രാർത്ഥനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം, നമ്മുടെ അവസാനത്തെ പരിഗണിച്ചുകൊണ്ടാണ് അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകുക. ആ അവസാനം എന്നാണ് എന്ന് നമുക്കറിയാനും യാതൊരു മാർഗവുമില്ല. അതുകൊണ്ട് എല്ലാ സമയത്തും അവസാനം ഉണ്ടാവുമെന്ന് കരുതി ജീവിതത്തെ ധന്യമാക്കുക എന്നതല്ലാതെ യാതൊരുവിധ മാർഗവും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിയാം. ഇനി മൂന്നാമത്തെ ഭാഗമാണ് പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിങ്കലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്, അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നാണ്. അതുകൊണ്ട് എല്ലായ്പ്പോഴും ഈ ഒരു ബോധം ഉണ്ടായിരിക്കണം എന്നാണ് അതുകൊണ്ട് താല്പര്യപ്പെടുന്നത്. നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു ആ കാര്യം. വികാര വിചാരങ്ങൾ, വിശ്വാസാചാരങ്ങൾ ഒക്കെ നന്നായിരിക്കണം തീർച്ചയായും. അങ്ങനൊരു ബോധം നമ്മുടെ ഉള്ളിലുണ്ടാണ്. ആ ബോധമുള്ള ആളുകൾ അള്ളാൻ്റെയും റസൂലിൻ്റെയും നിയമനിർദ്ദേശങ്ങൾ അനുസരിക്കാതിരിക്കൂല. ബാഹ്യമായി തന്നെ ഒരാളുടെ ജീവിതചര്യകൾ എത്ര തന്നെ പരിശുദ്ധമായി കാണപ്പെട്ടാൽ പോലും ഈ ബോധമില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹും റസൂലും
അനുസരിക്കപ്പെടേണ്ടതാണെന്നുള്ള ബോധമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെ ഉണ്ടാകുന്നത്? അള്ളാഹുവിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടും എന്നുള്ള ആ ഒരു ചിന്താഗതിയിൽ വേരിയേഷൻ ഉണ്ടാകുമ്പോഴാണ്. ആ വേരിയേഷൻ ഇല്ലാതിരിക്കാൻ കൃത്യമായ സച്ചരിതരായ ദാസന്മാരായിത്തീരാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. അപ്പോൾ 24-ാമത്തെ ആയത്ത് വരെ നമ്മൾ സൂചിപ്പിച്ചു. ഇനി 25-ാമത്തെ ആയത്ത് കൂടി നമുക്കൊന്ന് സൂചിപ്പിക്കാം. വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ വഅലമൂ അന്നല്ലാഹ ശദീദുൽ ഇഖാബ്. വത്തഖൂ നിങ്ങൾ സൂക്ഷിക്കണം. വത്തഖൂ നിങ്ങൾ സൂക്ഷിക്കുവീൻ. ഫിത്നയെ സൂക്ഷിക്കണം, കുഴപ്പത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ലാ തുസീബന്ന അത് ബാധിക്കുക തന്നെയില്ല. അല്ലദീന ളലമൂ അക്രമം പ്രവർത്തിച്ച ആളുകളെ ബാധിക്കുക തന്നെയില്ല. മിൻകും നിങ്ങളിൽ നിന്ന്, ഖാസ്സത്തൻ പ്രത്യേകമായി. വഅലമൂ നിങ്ങൾ അറിയണം, അന്നല്ലാഹു തീർച്ചയായും അല്ലാഹു ശദീദുൽ ഇഖാബ് കഠിനമായ ശിക്ഷാ നടപടി എടുക്കുന്നവനാണെന്ന് അറിയണം. അപ്പോൾ നിങ്ങളിൽ നിന്ന് അക്രമം പ്രവർത്തിച്ചവരെ മാത്രമായി ബാധിക്കാത്ത ഒരു തരം പരീക്ഷണത്തെ നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞത്. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അക്രമം പ്രവർത്തിച്ചവരെ മാത്രമായി ബാധിക്കാത്ത ഒരു തരം പരീക്ഷണത്തെ അഥവാ കുഴപ്പത്തെ നിങ്ങൾ സൂക്ഷിക്കണം. അള്ളാഹു ശിക്ഷാ നടപടി കഠിനമായുള്ളവനാണെന്ന് അറിയണം. അപ്പോൾ ഒരു വ്യക്തിയുടെയോ വിഭാഗത്തിൻ്റെയോ വാക്കിലോ പ്രവൃത്തിയിലോ വന്നു പോകുന്ന പാകപ്പിഴവ് കൊണ്ട് ഒരു കുടുംബമോ സമൂഹമോ ഒരു രാഷ്ട്രം തന്നെയോ കുഴപ്പത്തിലാകും. അതേപോലെ ഒരു ജനതയിലെ ചില പരീക്ഷണങ്ങൾക്ക് വിധേയരാകും. ഈ അവസരത്തിൽ ആ സമൂഹത്തിലെ നിരപരാധികളായ ആളുകളെ ഒഴിവാക്കിക്കൊണ്ട് അപരാധികൾ മാത്രം ആ ശിക്ഷ പരീക്ഷണങ്ങൾക്ക് വിധേയരായിരിക്കുകയില്ല. അതുകൊണ്ട് അത്തരം പൊതുവായ ഭവിഷ്യത്തുകൾക്ക് കാരണമാകത്തക്ക അക്രമങ്ങൾ എല്ലാവരും സൂക്ഷിക്കണം എന്ന് പറയാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു വൈറസിൻ്റെ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മുഅ്മിനീങ്ങളെ അത് ബാധിക്കാതിരിക്കുക അങ്ങനെയൊന്നുമില്ല. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? അങ്ങനെ ഒരു സംഗതി ഇല്ലാതിരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് എല്ലാവരും സൂക്ഷിക്കുക എന്നുള്ളതാണ് അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ അക്രമകാരികളെ കഴിവതും തടയാൻ നമ്മൾ ശ്രമിക്കണം. അംറും ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകർ കൃത്യമായി നടക്കണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളിയൊരു കാര്യം മഹാനായ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു തആല അദ്ദേഹം പറയാണ്, എൻ്റെ ആത്മാവ് ഒരുവൻ്റെ കയ്യിൽ ആണ് എങ്കിൽ അവൻ തന്നെ സത്യം, അഥവാ അള്ളാഹിനെ തന്നെ സത്യപ്പെടുത്തിയിട്ട് ഹുദൈഫത്ത് ഇബ്നു യമാൻ റളിയല്ലാഹു തആല അൻഹു പറയാണ്, നിങ്ങൾ സദാചാരം കൊണ്ട് കൽപ്പിക്കണം, ദുരാചാരത്തെ കൊണ്ട് വിരോധിക്കണം. ലതഅമുറന്ന ബിൽ മഅറൂഫ് വലതൻഹൗന്ന അനിൽ മുൻകർ. അല്ല എങ്കിൽ അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് വല്ല ശിക്ഷയും നിങ്ങളിൽ നിയോഗിക്കപ്പെടുന്നതാണ്. പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കും, പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടൂല. എത്രയെത്ര ഉദാഹരണങ്ങൾ പ്രിയപ്പെട്ടവർ, എത്രയെത്ര ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം നമ്മൾ ഗൗരവത്തിൽ സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അംറും ബിൽ മഅറൂഫ് നടക്കണം, നഹിയുൻ അനിൽ മുൻകർ നടക്കണം. സജ്ജനങ്ങളായ ആൾക്കാരൊക്കെ ഒരുപാട് ഉണ്ടാകും. എങ്കിലും ആ സജ്ജനങ്ങൾ ആയിട്ടുള്ള ആൾക്കാർ ഇല്ലാത്തതുകൊണ്ടല്ല ശിക്ഷ വരിക. എൻ്റെ സമുദായത്തിൻ്റെ അനുസരണക്കേട് പരസ്യമായി തീർന്നാൽ അള്ളാഹു അവൻ്റെ പക്കൽ നിന്നുള്ള വല്ല ശിക്ഷയും അവരിൽ പൊതുവായി അയക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അവിടുത്തെ പത്നി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ കാരണമായിട്ട് പറഞ്ഞത്? അള്ളാഹിൻ്റെ റസൂലെ സജ്ജനങ്ങളായ ആൾക്കാരൊന്നും ഉണ്ടാവില്ല എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് കൊടുത്ത മറുപടിയാണ്, എന്താ ചെയ്യുക, അവരെന്ത് ചെയ്യും? ജനങ്ങൾക്ക് ബാധിക്കുന്നത് അവർക്കും ബാധിക്കും. പിന്നീട് അവർ അള്ളാഹിൻ്റെ പാപമോചനത്തിലേക്കും പ്രീതിയിലേക്കും ചെന്നു ചേരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ആശയത്തിൽ ഈ ഭാഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യം, നമ്മൾ പരമാവധി ആളുകളിലേക്ക് ഈ സന്ദേശങ്ങളെ എത്തിച്ചുകൊണ്ടേയിരിക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ്. അതാണ് ഈ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന കാര്യം എന്ന് മനസ്സിലാക്കിയിട്ട് പരമാവധി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാവിധി കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്ന നല്ല ഭാഗ്യവാന്മാരിൽ, മുത്തഖീങ്ങളിൽ, നല്ല ദാഇമാരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗം 26 മുതലുള്ള ആയത്തുകൾ അടുത്ത എപ്പിസോഡിൽ ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.